ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കൊക്കെ തന്നെ ഒരു വർക്ക് തുടങ്ങാത്ത ഒരു പ്രശ്നമായിരിക്കും. അപ്പോൾ നിലവിൽ ഓൺഗോയിങ് വർക്ക്, അതായത് പുതിയ വർഷത്തെ വർക്കൊക്കെ ഓൺഗോയിങ് ആക്കി തരാൻ പുതുതായിട്ട് എസ്റ്റിമേറ്റ് ആയതൊക്കെ അപ്രൂവ്ഡ് ആയി കിടക്കുന്നത്, ഭരണസമിതി മീറ്റിങ്ങിലടക്കം അപ്രൂവ് ചെയ്ത പ്രവൃത്തികളൊക്കെ ഓൺഗോയിങ് ആക്കാനുള്ള ലെറ്റർ കൊടുത്താൽ ഓൺഗോയിങ് ആക്കി നൽകും. അപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടാകും, നിങ്ങളുടെ വർക്ക് ഓൺഗോയിങ് ആണോ അല്ലെങ്കിൽ നിലവിൽ കംപ്ലീറ്റ് ചെയ്തതാണോ എന്നൊക്കെ സംശയമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എങ്ങനെ നോക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ വീഡിയോ കുറച്ച് സമയമെടുത്താണ് പറയുന്നത്. അപ്പം നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ കാണുക. അതേമാതിരി നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്, ഒരു പെയ്ഡ് വാട്സപ്പ് ഗ്രൂപ്പ്. അപ്പോൾ അതിലാർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, അതൊരു പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. അപ്പോൾ അതിലാരെങ്കിലും താല്പര്യമുള്ളവർ മാത്രം, അതിന് താല്പര്യമുണ്ടെങ്കിൽ മാത്രം താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ പേയ്മെൻറ്റ് കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും ഗ്രൂപ്പിൽ എങ്ങനെ ആഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർന്നാൽ മതി എന്നുള്ള കാര്യം പറയുന്നു. പിന്നെ ഇത് എങ്ങനെയാണെന്ന് നോക്കാം. തന്നെ നിങ്ങളുടെ NREGS MIS എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. NREGS MIS എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അതിനുശേഷം മഹാത്മാഗാന്ധി NREG എന്ന് പറയുന്നത് അതിൽ രണ്ടാമതാണ് വരുന്നത്, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. രണ്ടാമത് വരുന്ന മഹാത്മാഗാന്ധി NREG ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾ നേരെ ഇതേമാതിരിയാണ് വരിക. അപ്പോൾ അതിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി സൈറ്റിലേക്ക് പ്രവേശിക്കും. ഇതാണ് NREGSൻ്റെ ഒഫീഷ്യൽ സൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നോക്കാം, തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൈറ്റ് ഉപയോഗിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് പലതും അറിയാത്തത് കൊണ്ടായിരിക്കാം, പക്ഷേ തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ സൈറ്റിലാണ് നോക്കുക. അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ കാണിക്കുന്ന റിപ്പോർട്ട്സ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. നിങ്ങൾ ഫസ്റ്റ് സ്ക്രീനിൻ്റെ മുന്നിൽ റിപ്പോർട്ട് അയക്കുക, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ ക്യാപ്ച അടിച്ചു കൊടുക്കുക. അവിടെ എന്തെങ്കിലും ഒരു മൈനസോ പ്ലസ്സോ ചെയ്യേണ്ട കാര്യങ്ങൾ ചോദിക്കും, ഏതെങ്കിലും കൂട്ടാനോ കുറയ്ക്കാനോ ഉള്ള കാര്യങ്ങൾ ചോദിക്കും. അത് കറക്റ്റ് നമ്പർ ക്ലിക്ക് ചെയ്തിട്ട് വെരിഫൈ അടിക്കുക. അതിനുശേഷം നിങ്ങൾ ഫിനാൻഷ്യൽ ഇയർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏത് വർഷമാണോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടത് വെച്ചാൽ ഏത് വർഷമായാലും കുഴപ്പമില്ല. 25-26 ഓട്ടോമാറ്റിക്കലി വന്നിടുക. അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ കേരള സെലക്ട് ചെയ്ത് കൊടുക്കുക. താഴെ സ്റ്റേറ്റിൻ്റെ പേരാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണെങ്കിൽ ആ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. കേരള, നമ്മളെ ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിൻ്റെ പേരും അവിടെ വരും. അപ്പോൾ അതിൽ നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴെ കുറച്ച് ഡീറ്റെയിൽസ് വരും. അപ്പം R1, R2, R3, R4 എന്ന് പറയുന്ന കുറേ അതിൽ അടങ്ങിയിരിക്കുന്ന നമ്മളെ NREGയെ സംബന്ധിച്ച എല്ലാ റിപ്പോർട്ട്സുകളും ഇവിടെയാണ് കിട്ടുക. അപ്പോൾ അതിൽ താഴോട്ടാക്കി R1 എന്ന് പറയുന്നത് ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് ആണ്. അതെല്ലാം നമുക്ക് എടുക്കേണ്ടത്. നമുക്ക് R6 ആണെന്ന് തോന്നുന്നു. അപ്പോൾ താഴോട്ട് ആക്കി നോക്കുക. R1 ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് ആവുന്നല്ല എടുക്കേണ്ടത്. R2 പ്ലാനിങ് വർക്ക്സ് പറയുന്നതാണ്. അപ്പോൾ അതിൻ്റെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോവുക. ഏറ്റവും R6 ആണ്. R6 വർക്ക് പ്രോഗ്രസ് എന്ന് പറയുന്നതാണ് നമുക്ക് നിലവിൽ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും R2 പ്ലാനിങ് ഓഫ് വർക്ക്, അങ്ങനെ ഓരോ ഹെഡിങ് കാണിക്കും. അപ്പോൾ R3, R4, R5, R6 എന്ന് പറഞ്ഞാൽ വർക്ക് പ്രോഗ്രസ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക. അതിൽ കുറേ നമ്പർ കാണിക്കുന്നുണ്ട്. അതിൽ 12ാമത്തെ നമ്പറാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. R6ൽ ഡൈനാമിക് റിപ്പോർട്ട് ഓഫ് മോണിറ്ററിങ് വർക്ക് ഡീറ്റെയിൽസ് എന്ന് പറയുന്നതാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ R6 എന്ന് പറയുന്നതിൽ അതിൻ്റെ താഴെയായിട്ട് അതാക്കുന്ന R6ൽ 12ാമത്തെ നമ്പർ ഡൈനാമിക് റിപ്പോർട്ട് വർക്ക് ഡീറ്റെയിൽസ് ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ R6 എന്ന് പറയുന്നതിൽ 12ാമത്തെ നമ്പറാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെയാണ് എല്ലാവർക്കും സംശയം വരുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്തൊക്കെ ഇതേമാതിരിയാണ് വരിക. അതിൽ നിങ്ങളെ ബ്ലോക്ക്, സ്റ്റേറ്റ് ഓൾറെഡി നമ്മൾ സെലക്ട് ചെയ്ത് അവിടെ ഉണ്ടാവും. ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നിങ്ങളുടെ ബ്ലോക്ക്, പഞ്ചായത്ത് എന്നിവ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ തൊട്ടിപ്പുറത്ത് പഞ്ചായത്തും കൂടി സെലക്ട് ചെയ്യാനുണ്ട്. പഞ്ചായത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ തൊട്ട് താഴെ വർക്ക് കാറ്റഗറി ഉണ്ട്, പ്രപ്പോസ്ഡ് സ്റ്റാറ്റസ് ഉണ്ട്. അതൊക്കെ ഓള് കൊടുത്താൽ മതി. വർക്ക് കാറ്റഗറി ഓള് കൊടുത്താൽ മതി. ഇതിലൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ഓള് കൊടുക്കുക. അതിനുശേഷം എക്സ്പെൻഡിച്ചർ അനാലിസിസ്, പിന്നെ വർക്ക് ഫിനാൻഷ്യൽ സ്റ്റാർട്ട് ഇയർ 26-27 എന്നുള്ള അത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. നമ്മൾ MI സെലക്ട് ചെയ്യുമ്പോൾ ഏതാണോ സെലക്ട് ചെയ്ത് കൊടുക്കുക അത് വരുന്നതാണ്. അപ്പോൾ അതവിടെ ഓളാക്കി കൊടുക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ 25-26 വർക്കൊക്കെ ആയിരിക്കും ഓൺഗോയിങ് ആണോ നോക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഓൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഓൺഗോയിങ് സെലക്ട് ചെയ്യുക. ഓൺഗോയിങ് സെലക്ട് ചെയ്തിട്ട്
സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓൺ ഗോയിങ് സെലക്ട്, ഓൺ ഗോയിങ് ഓട്ടോമാറ്റിക്കലി അവിടെ വരും. ഈ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 26-27 അത് ഓളാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് സബ്മിറ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിലവിൽ 26-27 വർക്കുകളൊക്കെ അവിടെ ലിസ്റ്റ് ചെയ്യുന്നതാണ്. നിലവിൽ നിങ്ങൾക്ക് ഏതൊക്കെ ഓൺ ഗോയിങ് വർക്കാണോ ഉള്ളത് എന്ന് വെച്ചാൽ അതൊക്കെ അവിടെ ലിസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പം അത് നോക്കിയാൽ നിങ്ങൾക്ക് നിലവിൽ നിങ്ങളുടെ വർക്ക് ഓൺ ഗോയിങ് ആണോ അല്ലെങ്കിൽ അപ്രൂവ്ഡ് ആണോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്താണോ എന്ത് വേണമെങ്കിലും നോക്കാം. നിങ്ങൾക്ക് നിലവിൽ അത് ഓൾ കൊടുത്താൽ മതി. ഇപ്പോൾ ഓൺ ഗോയിങ് എന്ന് പറയുന്നിടത്ത് ഓൾ എന്ന് പറയുന്നത് സെലക്ട് ചെയ്താൽ നിങ്ങളെ വർക്കിൻ്റെ ഡീറ്റെയിൽസ് കാണാം. നിങ്ങളെ വർക്ക് അപ്രൂവ്ഡ്, നിങ്ങളെ വർക്ക് കോഡ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഇതിന് വർക്ക് കോഡ് മസ്റ്റായിട്ട് നിങ്ങൾ അറിഞ്ഞു വെക്കണം കേട്ടോ. അവിടെ വർക്ക് കോഡ് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഫൈൻഡ് അടിച്ച് 3 ഡോട്ട് കാണിക്കുന്നില്ല, അവിടെ ക്ലിക്ക് ചെയ്ത് ഫൈൻഡ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക് കോഡ് സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ വർക്ക് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വർക്കിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓൺ ഗോയിങ് ആണെങ്കിൽ ഓൺ ഗോയിങ് മാത്രം കൊടുക്കുക. അപ്പോൾ ഇത്രത്തോളമാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാനുള്ളത്. പിന്നെ അൺസ്കിൽഡിൻ്റെ കാര്യം കിട്ടി എന്ന് എല്ലാവരും പറഞ്ഞു. അപ്പോൾ നമ്മൾ വീടിൻ്റെ താഴെയൊക്കെ അൺസ്കിൽഡ് വേതനം കിട്ടി എന്നാൽ എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ അതിയായ സന്തോഷം. നിലവിൽ അൺസ്കിൽഡ് മാർച്ച് വരെ വന്നു, പക്ഷേ റിപ്പോർട്ടൊന്നും അപ്ഡേറ്റ് ചെയ്യില്ല. JNMGNRG എന്ന് പറയുന്ന ആപ്പിൽ അപ്ഡേറ്റ് അല്ല കേട്ടോ. റിപ്പോർട്ട്സിൽ അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ അതിലും അപ്ഡേറ്റ് ആയിട്ട് കാണിക്കുള്ളൂ. നിലവിൽ ഇന്ന് വരെ റിപ്പോർട്ട് അപ്ഡേറ്റഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് ആണ് JNMGNRGയിൽ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും ഡേറ്റും ഒന്നും കാണിക്കാത്തത്. പലരും നമ്മളോട് ചോദിച്ചു പൈസ വന്നു, പക്ഷേ അതിൽ ആപ്പിൽ ഡേറ്റോ കാര്യങ്ങളോ കാണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് നിലവിൽ സൈറ്റിൽ അപ്ഡേറ്റ് ആയാൽ എന്താ പറയുക, നിങ്ങളുടെ JNMGNRG എന്ന് പറയുന്ന ആപ്പിലും അപ്ഡേറ്റ് ആവുകയുള്ളൂ. നിലവിൽ ഇന്ന് വരെ അപ്ഡേറ്റ് അല്ല. നാളെ ഈ ആഴ്ച അപ്ഡേറ്റ് ആവാനാണ് സാധ്യത. കുറേ ദിവസമായി സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ട്. അപ്പം ഈ വീക്കിൽ എന്തായാലും അപ്ഡേറ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. പിന്നെയുള്ളത് മേറ്റുമാരെ കൂലി സംബന്ധിച്ചുള്ള കാര്യമാണ്. മേറ്റുമാരെ കൂലി ഇന്ന് 4-ാം തീയതിയായി. അപ്പോൾ ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ്റെ തീയതി ഇന്നത്തോടെ തീരും. പുതിയ ഭരണം ഏറ്റെടുത്താൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഫണ്ട് റിലീസ് ചെയ്യാനാണ് സാധ്യത. ഇലക്ഷൻ്റെ പ്രയാസങ്ങളൊക്കെ, ഇലക്ഷൻ നോട്ടിഫിക്കേഷനൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫണ്ട് റിലീസാക്കുന്നതായിരിക്കും. ഫണ്ട് നമ്മൾ റിപ്പോർട്ട്സൊക്കെ നോക്കുമ്പോൾ നമുക്ക് കേരളത്തിന് വേണ്ടിയിട്ട് പൈസ തന്നെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഫണ്ടൊക്കെ റിലീസാക്കുന്നതായിരിക്കും. അത് എന്നാൽ മേറ്റുമാരെ കൂലി 15-ാം തീയതി ഈ മാസം ആദ്യ വാരം എന്നൊക്കെയാണ് നമ്മൾ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് മേറ്റുമാരെ കൂലി നൽകുന്നതായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ കറക്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഫസ്റ്റ് അറിയിക്കുകയും വീഡിയോ ലിങ്കായിട്ട് തരികയും ചെയ്യുന്നതാണ്. നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ ഉടനടി നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ അറിയിക്കുന്നതാണ്. ആ വാട്സപ്പ് ഗ്രൂപ്പ് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അപ്പം തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. ആയതിനു ശേഷം നമ്മൾ വീഡിയോ രൂപത്തിൽ പിന്നീട് നമുക്ക് സമയം കിട്ടുമ്പോൾ വീഡിയോ രൂപത്തിൽ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കുന്നത്. പലരും നമ്മുടെ പേഴ്സണൽ നമ്പറൊക്കെ ചോദിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് എന്നുള്ളതിലേക്ക് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. പിന്നെ തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത്. ആ താല്പര്യമുള്ളവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.